ഹലോ നമസ്തേ, എൻ്റെ പേര് ജയൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷീണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഏകദേശം പേരുടെയും പരാതി എന്താണെന്ന് വെച്ചാൽ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നാലും ഇനി ജോലി തന്നെയാണെന്നില്ല, ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞിപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ക്ഷീണമായിരിക്കും. അത് കാരണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു ചെസ്സ് മത്സരം കളിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ മൊത്തം മത്സരം കഴിയുന്ന വരെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് നഷ്ടമാകുന്ന ഊർജ്ജം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 6000 കലോറി ഊർജം അദ്ദേഹത്തിന് നഷ്ടമാവും ചെസ്സ് കളിക്കുന്ന ഒരു വ്യക്തിക്ക്. അതേസമയം അത്രയും സമയം ഓടുന്ന ഒരു വ്യക്തിക്ക് 700 കലോറി മാത്രമാണ് നഷ്ടമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അധികം ബ്രെയിൻ ഇത് ചൂടായാലും നമുക്ക് ഊർജം ഒരുപാട് നഷ്ടമാവും. അപ്പോൾ അധികം സ്ട്രെസ്സുള്ള വർക്കുള്ള അതെങ്കിൽ പഠിക്കാൻ ഒരുപാട് ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോഴും ഊർജം ഒരുപാട് നമുക്ക് നഷ്ടമാകും. അപ്പോൾ നമുക്ക് ഏത് വഴിയാണ് ക്ഷീണം വരുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഏകദേശം നമ്മുടെ 80% എനർജി സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരമാണ്. അതിൽ 20% എനർജിയും ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സ്ട്രെസ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്കധികം ക്ഷീണം ഉണ്ടാകും. അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ശീലമാക്കണം. ഡെയിലി വ്യായാമം ചെയ്യണം. പിന്നെ യോഗ അതുപോലെയുള്ള മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം. ഒരു 20 മിനിറ്റെങ്കിലും ഡെയിലി എക്സസൈസ് ഉപയോഗപ്പെടുത്തണം. അതിൽ ഏത് എക്സസൈസ് ചെയ്യുന്നതെങ്കിലും ആദ്യം വാമപ്പും ആ എക്സസൈസ് കഴിഞ്ഞിട്ട് കൂൾ ഡൗണും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.